ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ മഴയുള്ളൊരു ദിവസം ഒരു ലോക്കൽ ഐലൻഡിലെ ഫിഷ് വാങ്ങിക്കാൻ പോകുന്ന ഒരു കാഴ്ച കണ്ടാലോ? ഇതുപോലത്തെ കാണുന്ന ധാരാളം ഫിഷ് ബോട്ടുകൾ മാൽദീവ്സിലുണ്ട്. എല്ലാ ഐലൻഡിലും ഒരുപാട് ഫിഷിംഗ് ബോട്ടുകളും ഉണ്ട്. ഈ ഫിഷ് ബോട്ടുകാർ ദൂരെ ഉൾക്കടലിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെയുള്ള ഒരു ഫിഷ് പ്രോസസ്സിംഗ് കമ്പനിക്ക് സെയിൽ ചെയ്യുകയാണ് ഈ യെല്ലോ ഫിൻ ടൂണ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇവിടുത്തെ കൗൺസിലിൽ നിന്ന് അനൗൺസ്മെൻറ്റ് വരും, ലോക്കൽസിനും വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സ് അങ്ങനെ അവിടെ താമസിക്കുന്ന ആർക്കെങ്കിലും മീൻ വേണമെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്നു. ഇതാ നോക്കിക്കേ, ഈ വണ്ടി നിറച്ചും ഇതുപോലത്തെ തൂക്കി മീനെ ഇട്ടേക്കും കേട്ടോ. ഇതെല്ലാം ഫിഷ് പ്രോസസ്സിംഗ് കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഫിഷ് വാങ്ങിക്കുകയാണ്. ഇവിടെ യെല്ലോ ഫിൻ ടൂണയ്ക്ക് 1 കിലോയ്ക്ക് 25 മാലദ്വീപിയൻ റുപ്പിയാണ്. ഏകദേശം നാട്ടിലെ ഒരു 100-110 രൂപ അത്രയൊക്കെ ആവും. നമ്മളും ചോദിക്കണം, അവർ നമ്മളോട് ചോദിക്കണം എത്ര kg ഉള്ള ഫിഷാണ് വേണ്ടതെന്ന്. ഞങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് ഒരു 5-6 കിലോ മതി, ഞങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എടുക്കുന്ന ഫിഷൊക്കെ കുറച്ച് വെയിറ്റ് കൂടിയാണ്, ഞങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ 5 kg എന്ന് പറഞ്ഞ് എടുത്തു, പക്ഷേ അത് 6 എബോ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഞങ്ങൾ വെട്ടിത്തരാമോ എന്ന് ഇവരോട് ചോദിക്കുകയാണ്. വലിയ ഫിഷ് ആയതുകൊണ്ട് അത്രയും വലിയ കത്തി ഞങ്ങളുടെ കയ്യിലില്ലെന്ന്. അപ്പോൾ അവർ പറഞ്ഞാൽ വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊടുത്തേക്കുകയാണ്. അതിൽ ഒരുപാട് ജോലിക്കാരുണ്ട് കേട്ടോ. കുറച്ച് ആൾക്കാർ ഐസൊക്കെ ഇട്ട് വെക്കുന്നു, ഫ്രീസ് ചെയ്ത്. ഇതിൻ്റെ താഴ്ഭാഗം മുഴുവൻ സ്റ്റോറേജാണ്. ഇവർ പിടിക്കുന്ന മീനെല്ലാം ഈ സ്റ്റോറേജിലുണ്ട്. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറേ റീഫ് ഫിഷും തന്നു. അങ്ങനെ ഞങ്ങൾ ഈ കാഴ്ചയൊക്കെ കണ്ടു നിൽക്കുന്നത്. ആ കാണുന്നിടത്താണ് നമ്മുടെ ഫിഷ് അവർ കട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. അങ്ങനെ 4 പീസാക്കി കഴിഞ്ഞു. ഞങ്ങൾ പേയ്മെൻറ്റും കൊടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് കുടയുമായിട്ട് നിൽക്കാൻ ചെറിയൊരു പ്രയാസമുണ്ട്. അവരവരുടെ പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫിഷ് ഇങ്ങനെ തൂക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുറേ ആൾക്കാർ അത് കണ്ടു നിൽക്കുന്നു. എല്ലാവരും മഴ നനഞ്ഞിട്ട് തന്നെയാണ് ഈ കാഴ്ചകൾ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ മീനും ഒക്കെ ആയിട്ട് ഞങ്ങൾ പോകാൻ തയ്യാറായി. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റീഫ് ഫിഷ് ഫ്രീ ആയിട്ട്. അവരുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്ത് ഇതിൻ്റെ പണ്ടവും കുടലും ഒക്കെ കട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് പാക്ക് ചെയ്ത് തന്നു ടൂണ. നമ്മൾ അതുമായിട്ട് വീട്ടിലേക്ക് പോകുക കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഫിഷെല്ലാം നമ്മൾ ഫ്രീസറിലാക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യണം. ഇതിനകത്ത് പണ്ടവും കുടലൊന്നുമില്ല, പുറത്തുള്ള സ്കിൻ മാത്രം റിമൂവ് ചെയ്യാനേ ഉള്ളൂ, ചെതുമ്പൽ. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ മീനെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചു കേട്ടോ. എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലെ കിളിമീനാണ് ഓർമ്മ വന്നത്. അത് ചുമന്ന കളറല്ലേ, ഇത് മഞ്ഞ കളർ റീഫ് ഫിഷ് ആട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഫിഷൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി ഫ്രീസർ